രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഒന്നാം ബലാത്സംഗ കേസിൽ അതിജീവിത സുപ്രീം കോടതിയെ സമീപിച്ചു. തടസ്സ ഹർജി നൽകി പരാതിക്കാരി സൈബർ അധിക്ഷേപ കേസിലാണ് തടസ്സ ഹർജി നൽകിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി വിനയ രാജാണ് ചേരുന്നത്. സമീപിച്ചിരിക്കുകയാണ്. തടസ്സ ഹർജിയാണ് നൽകിയിരിക്കുന്നത്. എന്തെല്ലാമാണ് അതിലെ വിവരങ്ങൾ? മറ്റ് വിശദമായ വിവരങ്ങൾ എങ്ങനെയാണ് വിനയ? രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയായ ഒന്നാം ബലാത്സംഗ കേസിൽ അതിജീവിതയാണ് ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ദീപ ജോസഫ് നൽകിയ ഹർജിക്കെതിരെ തടസ്സ ഹർജിയാണ് നൽകിയിരിക്കുന്നത്. അതായത് ഈ ഒന്നാം ബലാത്സംഗ പരാതി ഉയർന്നതിന് പിന്നാലെ തന്നെ അതിജീവിതയെ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകളടക്കം തന്നെ പങ്കുവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സൈബർ ആക്രമണങ്ങളടക്കം തന്നെ രൂക്ഷമാകുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ഈ അതിജീവിതയ്ക്കെതിരെ സൈബർ ആക്രമണങ്ങൾ നടത്തിയ ഒരാളാണ് ഈ ദീപ ജോസഫ് എന്ന് പറയുന്നത്. ഇതിൽ ഈ ദീപ ജോസഫിനെതിരെ പോലീസ് കേസ് എടുക്കുകയും മറ്റും ചെയ്തിരുന്നു. FIR രജിസ്റ്റർ ചെയ്യുകയും മറ്റും ചെയ്തിരുന്നു. ഇത് റദ്ദാക്കണം, ഈ കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ദീപ ജോസഫ് സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നത്, ഈ ഹർജി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ പ്രധാനമായും തനിക്കെതിരെ എടുത്ത കേസ് റദ്ദാക്കണമെന്നാണ് ദീപ ജോസഫ് ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ അതിജീവിത തടസ്സ ഹർജി നൽകിയിരിക്കുന്നത്. ഈ തടസ്സ ഹർജിയിൽ സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തനിക്ക് ഈ കേസ് പരിഗണിക്കുമ്പോൾ തനിക്ക് പറയാനുള്ളത് കൂടി കേൾക്കണമെന്നൊരു ആവശ്യമാണ് അതിജീവിത മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പ്രധാനമായും ഈ പരാതി ഉയർന്നതിന് പിന്നാലെ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചും അതിജീവിതയ്ക്കെതിരെയും പോസ്റ്റുകൾ ഇടുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഈ അതിജീവിതയ്ക്കെതിരെ വളരെ വലിയ രീതിയിലുള്ള സൈബർ അധിക്ഷേപ പരാമർശങ്ങൾ അടക്കം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു രാഷ്ട്രീയക്കാരനാണ്. അയാളുടെ രാഷ്ട്രീയ ഭാവി തകർക്കുന്നതിന് വേണ്ടിയാണ് ഈ അതിജീവിതമാർ രംഗത്ത് വരുന്നത് എന്നൊരു പരാമർശം അടക്കം തന്നെ ദീപ ജോസഫ് ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ അന്ന് വലിയ രീതിയിലുള്ള ചർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്തിരുന്നു. അന്ന് പോലീസ് അടക്കം തന്നെ ഈ സൈബർ അധിക്ഷേപത്തിൽ കേസെടുക്കുകയും ഇതിൽ രണ്ടാം പ്രതിയായി ദീപ ജോസഫിനെ ഉൾപ്പെടുത്തുകയും മറ്റും ചെയ്തിരുന്നു. ഇതെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ഒരു കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ദീപ ജോസഫ് സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ തടസ്സ ഹർജി നൽകിയിരിക്കുന്നത് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ ദിവസം മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നൽകുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. കൂടാതെ തന്നെ ഈ ഒന്നാം ബലാത്സംഗ കേസ് ഹൈക്കോടതി പരിഗണിച്ചിരുന്നു. ഈ ഹൈക്കോടതി കേസ് പരിഗണിച്ചപ്പോഴടക്കം തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പൂർണ്ണമായും രാഹുൽ മാങ്കൂട്ടത്തിനെ കുറ്റക്കാരനെന്ന് പറയാൻ സാധിക്കില്ല. ഉഭയകക്ഷി സമ്മതപ്രകാരമായിട്ടുള്ള ബന്ധമാണ് ഇരുവർക്കും ഇടയിൽ ഉണ്ടായിരുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ അതിജീവിതയെ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞതിന് പിന്നാലെയും വീണ്ടും ഈ ഫോൺ കോളുകളും സംഭാഷണങ്ങളും മറ്റും ഉണ്ടായിട്ടുണ്ട്. വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ കാണാൻ പോയിട്ടുണ്ട്. കൂടാതെ തന്നെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. ആ കേസ് അല്ലെങ്കിൽ ആ വാദം നിലനിൽക്കില്ല എന്നും ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അതായത് നിലവിൽ വിവാഹിതയാണ്, കൂടാതെ തന്നെ വിവാഹമോചനം കഴിഞ്ഞിട്ടില്ല, പിന്നെ എങ്ങനെയാണ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയാൻ കഴിയുക എന്നടക്കമുള്ള ചോദ്യങ്ങളും ഹൈക്കോടതി ഉന്നയിക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ദീപ ജോസഫ് ഈ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഹർജി, അതിൽ തടസ്സ ഹർജി നൽകിയിരിക്കുകയാണ്. അതിൽ ഈ ഹർജി പരിഗണിക്കുന്ന സമയത്ത്, ഈ കേസ് പരിഗണിക്കുന്ന സമയത്ത് തനിക്ക് പറയാനുള്ളത് കൂടി കേൾക്കണം എന്നൊരു ആവശ്യമാണ് ഈ ഹർജിയിൽ പ്രധാനമായും അതിജീവിത ഉന്നയിച്ചിരിക്കുന്നത്. ശരി, വ്യക്തമാണ്. വിനയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.